ഇടി ശുണ്ടരിപ്പാട്ടുവാണോ അവിടെ കയറിയിരിക്കുന്ന ഒരു ശുണ്ടരിപ്പാത്തു? പാച്ചിനെ അവിടെ ചുണ്ടരിയാണോ കയറിയിരിക്കുന്നത്? പിള്ളേരെവിടെ? നിന്റെ പിള്ളേരെവിടെ? പിള്ളേര് അമ്മേൻ്റെ ഒരു കുട്ടുമേ ഒരു കുട്ടു. വാ ഇനി വന്നേ, ഓടി വന്നേ, വാ. ആ എൻ്റെ കുട്ടുമ്മ കുട്ടു വന്നു. ആ വന്നു, തളച്ചി വന്നു. പാത്തു വന്നു. പാത്തു ഇങ്ങി വന്നേ, പാത്തു ഇങ്ങി വാ, ഇങ്ങോട്ട് വാടി, അവിടേക്ക് അവർ കളിക്കട്ടെ. സുലഭമേട്ട കമ്പനി കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചേ അതിനെ. ഈ പുറകിലിരിക്കുന്നതാ കുരുത്തം കേട്ടത് കേട്ടോ. അമ്മയമ്മയുടെ ടീമും ഇപ്പൊ പുറകെ വരും. ആ എണീറ്റ് ജാനുവിൻ്റെ അല്ല, അമ്മയല്ല അത് വല്യമ്മയാ. ജാനു ഓടിക്കും, ജാനുവിന് ഇഷ്ടമല്ല. ജാനിങ് കയറ, നീ വിളിച്ചാൽ കറക്റ്റ് അറിയതിന്. കെട്ടിച്ചു വിടാറായി. കയ്യിലൊക്കെ എന്തോ കടിയാ കടിക്കുന്ന, കാല് കാത്തു വെച്ചാ കടിക്കുക. കളി കുത്തക്കടേ. ഏതാ ഇല്ലത്തെ കുട്ടി? നനഞ്ഞിട്ട് നിൽക്കുക, തോർത്തും പൊതച്ചിരിക്കുക. കിടുകൂടില്ലാത്തതുകൊണ്ട് ഗേറ്റ് തുറക്കുന്ന ആൾ. ഞങ്ങൾ എവിടെ പോകാന്ന് വെച്ചാൽ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. സാധാരണ ഞങ്ങൾ രാത്രി 7 മണി കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ഇരുട്ടത്താണ് ആറ്റി പോകുന്നത്. അല്ലെ 9 മണി 10 മണി ഈ സമയത്താണ് ഞങ്ങൾ കുടുംബത്തോടെ പോകാറുള്ളത്. ഓ എൻ്റെ സീറ്റ് ബെൽറ്റാണോ വലിക്കുന്നത്? ആ ഈ സമയത്ത് പോയാൽ സാധാരണ പണിയും കഴിഞ്ഞ് വരുന്ന ബംഗാളികളെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് മഴയുണ്ടായിരുന്നു. ഇപ്പം മഴയത്തിറങ്ങാൻ പ്ലാൻ ചെയ്താൽ പക്ഷെ മഴ കഴിഞ്ഞു പോയി. എന്നാലും ഇപ്പം മഴയുണ്ടെങ്കിൽ ഈ ഭയങ്കര തണുപ്പാറ്റില്. ഈ മഴയത്ത് ഇങ്ങനെ മേത്ത് വെള്ളം വീഴുമ്പോൾ മടിയില്ല ആറ്റിലോട്ടിറങ്ങാൻ. ഇല്ല ആറ്റിൻ്റെ തീരത്ത് ആദ്യം കാല് നനച്ച് കുറേ നേരം ആലോചിച്ച് ശകലം കൂടി ഇറങ്ങി ഓരോ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ ആലോചിച്ച് ഒറ്റ ചാട്ടമാണ് ചാടുന്നത്. കൂടുതൽ ആലോചിച്ചാലും തണുക്കും, വെള്ളം കണ്ടാലും തണുക്കും. ഇവിടുന്ന് ആറ്റുതീരം വരെ ഭയങ്കര എന്താ പറയുന്നത് സെറ്റപ്പ് ഗെറ്റപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ വെള്ളം കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം തണുക്കും. ശാലിനി ചേച്ചിയാണെങ്കിൽ ഒരു ദിവസം വന്നതേ ഉള്ളൂ, പിന്നെ ആറ്റിലോട്ട് വന്നിട്ടില്ല തണുപ്പ് കാരണം. ഇന്ന് പക്ഷെ മഴ ചെറുതായിട്ടൊന്ന് തീർന്നു എന്നൊരു സംശയം. എന്നാലും വൈകിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കാം കുളിക്കടമൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. പക്ഷെ പിന്നെ നാട്ടുകാരുടെ തല്ലു കൊള്ളാൻ വയ്യ. ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ വൈകിട്ട് കുളിക്കാൻ കുടുംബത്തോടെ വരും. മലയിലൊന്നും വെള്ളമില്ല, അപ്പോൾ എല്ലാവരും കുളിക്കാൻ വരും. നമുക്ക് വെള്ളമുണ്ട്, നമ്മൾ അഹങ്കാരത്തിന് പോകുന്നത് വേറെ കാര്യം. അന്നേരം ഞാൻ പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടി കിട്ടത്തില്ലേ? അതിലും നല്ലത് അത് നല്ല ആരോഗ്യമുള്ള ചേട്ടന്മാരാണ്, വെറുതെ അടി മേടിക്കണ്ട. ഭാര്യൻ്റെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ദേ പുറകെ ഇരിക്കുന്ന ആരാ നോക്കൂ, ആ സുന്ദരിയായ പെൺകുട്ടി. മണിയണ്ണൻ്റെ സുന്ദരിയായ മോളെന്നുള്ള കമൻറ്റ് വന്നാൽ പിന്നെ ഇച്ചിരി ഇളക്കമുണ്ട്. എന്തെങ്കിലും ഒന്നും പറയില്ല. അണ്ണാണി ഇവിടെ ഇല്ല, അതുകൊണ്ട് അവളൊന്ന് ആകെ ഇച്ചിരി സൈലൻ്റാ. അണ്ണാണി ഉണ്ടെങ്കിലേ ഉള്ളവർക്ക് തരുതരാ വർത്തമാനം. ഏതോ ഒരു ഇല്ലത്തെ കുട്ടി കണ്ട മഴത്തുള്ളികൾ. രണ്ട് വാക്ക് സംസാരിക്കേ. എന്താണ് അത് നോക്കുന്നതെന്നല്ലേ? എല്ലാവരും കുടുംബത്തോടെ പേരയ്ക്ക പറിക്കല. അപ്പോൾ തൊന്നും തിന്നാനാ, നല്ല പോത്തിനും താറാവിനും കൊടുക്കാനാ. ഇതിനെപ്പറ്റി 2 വാക്ക്. അതെ ഇത് ഓഹോ ആരാണാ ചുരിദാറിട്ട് നിൽക്കുന്നത് നോക്കൂ. എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ?
ഞാൻ ഓർക്കുന്നുണ്ട്. ആഹാ, ഇനി എല്ലാരും പറയാം അഹങ്കാരത്തിന് പോത്തിനും താറാവിനും ഇട്ട് കൊടുത്തു. അത് വായിക്ക് രുചിയുള്ള എന്താ താറാവ് തിന്നാ കൊള്ളു. അതെ, ആവശ്യമുള്ളവർ വരിക. ഒരടിക്കുള്ള വകുപ്പ് വരുന്നുണ്ട്. കിളപ്പേട്ട ഒരു കോള് വരുന്നുണ്ട്. വേണ്ടവരൊക്കെ വരിക, പറിച്ചോണ്ട് പോവുക. ഇല്ല നമ്മളിങ്ങനെ അതെ എത്രാന്ന് വെച്ചാ തിന്നുന്നത്. അതെ, അറിയാവുന്നവർക്കൊക്കെ കുറെ നമ്മൾ കൊടുത്തു. എടാ എടാ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് നീ തിരിച്ചിങ്ങോട്ട് ഇടുന്നോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് പോത്തിന് കൊണ്ടുപോവാണേ. ഒരു തുടങ്ങിയിട്ടേ ഉള്ളു പറിച്ച്. ഇപ്പൊ ബാക്കി ലൂക്കയുടെ പുറത്തൊരു മുറിവുണ്ട്, അതിന് മരുന്നിട്ടേക്കാണ്. ചായ മേടിച്ചു കുടിക്കേ. ആഹാ, ചേച്ചിയൊക്കെ കഷ്ടം. അണ്ണാണി എന്നോട് എന്തോ നോക്കാൻ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ലൂക്ക നോക്ക്, ലൂക്ക അണ്ണാണി നോക്കാൻ പറയുന്നു. ഒന്നേ ദേ അങ്ങോട്ട് അങ്ങോട്ട് എവിടേക്കൊക്കെ വീഴുന്നുണ്ട്. അത് മണിയെണ്ണം കുലുക്കി ഇട്ടതാണീ. എന്റെ കിടു ഒന്ന് ഇറങ്ങിക്കാ നീ. കുഞ്ഞാ കയറിയിട്ട് കുലുക്കിയിടാന്ന്. ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താ കുഞ്ഞാ ചായ കുടിച്ചോ? ആണോ? അവനാണോ ഇത്? എടാ ഉരുണ്ട് പാത്തൂര് നോക്ക്. അല്ല ഇത് നോക്ക് ലൈറ്റായിട്ട് കഴിക്കുന്നു. ഒരെണ്ണം തിന്നിട്ട് വേണം അടുത്ത് എടുക്കാൻ. കുഞ്ഞാ നീ അതിൽ കുടുങ്ങും കുഞ്ഞാ, വേണ്ട കുഞ്ഞാ. അവ തിന്നട്ടെ. പുറക്കിക്കോ ബക്കറ്റിൽ കൊണ്ടിട്. എടാ അത് കുഴപ്പമില്ല, പോത്തിന് കൊടുക്കടാ. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചൻ എന്ത് പറ്റിയതാന്ന്. അതായത് അല്ല സോറി, ഇത് കോക്കോ അല്ല. എവിടെ ഉമ്മച്ചൻ? അമ്മ അതെ, ഉമ്മച്ചൻ എന്ത് പറ്റി? ഇതാണ് ചാരത്തി ചാടിയ ജാനു, ചാരജാനു. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇത് പറയുന്നുണ്ടോ താങ്കൾ? അതിനെപ്പറ്റി അല്ല, അവന്റെ അമ്മയുടെ ബ്ലൗസെല്ലാം തിളക്കവാ. എന്തോ വരുന്നേ ആ കമന്റ്? പറഞ്ഞു കൊടുക്ക. മണിയണ്ണന്റെ മോള് നല്ലൊരു കുട്ടിയാണ്. അങ്ങനെ നോക്കാനും വേണം. നിന്റെ പുറം ഇപ്പൊ നോക്കോ. തേങ്ങ എടുക്കാൻ പോ. തേങ്ങ എടുത്ത് പോയി. ആ തേങ്ങ പോയി കൊണ്ടടുക്കള വേടാ. അന്ന തേങ്ങ ഉണ്ടാകത്ത് പോയി. കൊച്ചിനെ എടുത്തോട്ട് മാറടി. അതോ ഇരിക്കുന്നു തോട്ടിപ്പുറത്ത്. മരത്തെ കയറാൻ പോയ കുഞ്ഞാവെ കാണാനില്ലല്ലോ. ഉരുണ്ട് പോന്നു, പിടിച്ചു വെക്ക്. 2 കരിക്കൂടിട്ടല്ലേ ഈ ഒരു അവസരത്തിൽ. ദേവു ഫോമിലായിട്ടുണ്ട്. പറഞ്ഞു കൊടുക്ക് ദേവു. ഹലോ, എങ്ങനെയുണ്ട് പേരക്ക? എല്ലാം കണ്ട് പഠിക്കും. നിനക്കൊന്ന് ഇറങ്ങി ഓടിക്കൂടെടാ. ഇല്ല കുഞ്ഞാവിടെ തട്ടിപ്പറിച്ച്. മണിയമ്മ സ്പീക്കറിലിട്ടേ. അമ്മ ഒരു സെക്കൻഡ്.
പക്ഷെ അതിന് മുന്നേ സാധനം ഓണാവണം. ഏത് ഫോണാ? സൈഡ് ഓണ. ആ ഫോണേ. മണിയമ്മേ, ആരാധകരോട് 2 വാക്ക് പറ. ആ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമസ്കാരം. വീഡിയോ എടുക്കുക, അതിനനുസരിച്ച് എന്തെങ്കിലും പറയണം കേട്ടോ. വേറെ വീഡിയോ എടുക്കുക, നല്ല എന്തെങ്കിലും പറയണേന്ന്. എന്നാ മാറി ഞാൻ എന്നാ കുറച്ച് കുലസ്ത്രീ എല്ലാവർക്കും സുഖമല്ലേ കേട്ടോ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കമന്റ് ഇടും മണിയമ്മ എല്ലാവർക്കും സുഖമാണ്. അതെ അതെ. അടുത്തതായി ചായ കുടിക്കുന്ന ആൾ. കുടിക്കടാ ചായ. ഒരു 4 പരിപ്പോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരോടും ഷെയർ ഇട്ടടിച്ചോ. ഒരു 4 പരിപ്പോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പാമ്പ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. പറങ്ങാണ്ട് ചുട്ട് വീഡിയോ കാണോ? കമന്റാ മോളെ അമ്മു ക്യാമറ പോയി പറങ്ങാണ്ട് തിന്നു. അതല്ല ഇതിനകത്ത് വിഷമം. അമ്മേ വേണ്ടേ കുഞ്ഞാവായി കഷ്ടപ്പെട്ട് മറുത്ത. അയ്യോ പാവം. പറഞ്ഞിട്ടോ. അതെ, ബോഡി വിത്ത് മ്യൂസിക്. എടാ മാമനെ നോക്കടാ. ദൈവമേ, അയ്യോ നേരെ കുഞ്ഞാവനെ കുലുക്കിയിടുന്നു മണിയണ്ണൻ. അതെ, മലയണ്ണാനെന്നും പറഞ്ഞ അക്കരെ നല്ല എറിഞ്ഞിടാൻ നോക്കിയാ മതി. എറിഞ്ഞിട്ടാലോ? കിടുവിനോട് പറയണ്ട കേട്ടോ. കിടുവിനൊരു ചില സമയത്ത് എടാ അതു നോക്കിയ മാമൻ എവിടാ നോക്കിയാ അതു. അവൻ ഓർക്കോ ഞാൻ മരത്തിന് പണ്ടിരിക്കുന്ന സാധനത്തിനെ കണ്ടത് ഇങ്ങനല്ലല്ലോ. കുറച്ചു ഞാൻ ഇരുന്ന് ആലോചിക്കാം. ലൂക്ക പൊറുക്കാൻ വേണ്ടിയിട്ട് കിടക്കാം. ചെരുപ്പ് എടുക്കാനായിരുന്നത്. ലൂക്കായ്ക്ക് കിട്ടുന്നില്ല. തല വീഴാത്തവര് പറിച്ചിടും. എടാ പറയല്ലടാ, നീ എവിടാന്ന് ചോദിക്കുന്നത്? നിന്റെ തലയിലിടാനാടാ. അത് വേണേ പറഞ്ഞു. ലൂക്ക തിന്ന് ലൂക്കയുടെ വയറ് നിറയെ പേരൊക്കെയാ. അതവനൊരു പ്രശ്നമല്ല, അവന് വയറല്ല അണ്ടാവാണ്. ഹലോ ഹലോ. ഞങ്ങൾ ഇനി ഒരു ആറ്റിക്കുളിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആറ്റിക്കുളി കാണിക്കാൻ പോയതാണേ. അപ്പോഴത്തേക്ക് ആള് കൂടി. അതുകൊണ്ട് 6 മാത്രം കാണിച്ചോളൂ. അതുകൊണ്ട് ഇന്നലെ ആ വീഡിയോ എടുക്കുന്നുണ്ട്. ഇല്ല, അവര് കടവ് മാറ്റി കുറെ പെണ്ണുങ്ങൾ ഇപ്പറ കുളിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. അവൻ എടുത്തോട്ടെ, പോത്തിനല്ലേ. കടിച്ചെടുക്കും. പല്ലിറങ്ങുന്ന ഏതോ അധവൻ തിന്നും. പല്ലിറങ്ങാത്തത് ഇട്ടിട്ട് പോകും. പാത്തു നൈസിൽ കണ്ടെണ്ണം തിന്നിട്ട് പോയല്ലോ. എന്റെ ചാരജാനു ചാരത്തിൽ കൂടെ നുരുണ്ടോളോ. ഹലോ, ഇറക്കി വിടാൻ എന്നെ. ഞാനും പോയി മരം കുളിക്കട്ടെ. ഇറക്കി അങ്ങ് വിട്ട് എന്ത് ചെയ്യുന്നറിയാലോ. ഇറങ്ങിയിട്ടുണ്ട്. പിന്നല്ല ഇതൊക്കെ എനിക്ക് അടിച്ചു വെച്ചേക്ക് ദോ കുരുത്തക്കേട് ആലോചിക്കുന്നുണ്ട്. അവനല്ല. എടാ ഓടടാ. ഇപ്പൊ ആദൂരോടാ മൂപ്പിക്കുന്നത്. അതാകുമ്പോ തിരിച്ചു പറയില്ലല്ലോ ആദു. അണ്ണാണ് ഇപ്പൊ ഇവനെയാണ് വരട്ടുന്നത്. എടാ താറാവ് എടുത്തോട്ട് പോടാ. തോട്ടിയാണ് കയ്യിലിരിക്കുന്നേ. പക്ഷെ മാമനും നിന്നെ കണ്ടിട്ടുണ്ട്. തലേ പേരൊക്കെ ഇടൂടാ. ഇറങ്ങാൻ അറിയാഞ്ഞിട്ടിരിക്കുവാണോ എന്ന് എനിക്കൊരു സംശയം. ചിന്നുവേ ആരുടെ കൂടാ പോയി നിൽക്കുന്നേ? അണ്ണൻ കയറാണ്ട് നടക്കൂല. ദീപുവിന്റെ മോനാന്ന് മനസ്സിലായില്ലേ? മണിയണ്ണനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവൻ ആദൂനെ വെച്ച് മണിയണ്ണനോട് പറഞ്ഞു. ആദൂനോട് അഴുക്കച്ചെറുക്ക തന്നേക്കാ മോശമെന്ന്. കിട്ടിയല്ലാടോ തിരിച്ച്.
ചെറിയൊരു ചുവപ്പ് നിറം കാണുന്നുണ്ട് ഒരു പാതി വഴിയില്. ഇതെന്താ ഇത്? മേളി പറഞ്ഞു വിടുക. വെരട്ടി അല്ല, മോട്ടിവേഷൻ കൊടുത്ത് നടത്തിക്ക. മോട്ടിവേഷൻ കൊടുത്ത് നടത്തുക. മോഹൻലാലിലോട്ട് പാട്, അപ്പൊ നടക്കും. അവൻ ചോദിക്കും, അമ്മ ഈ മാമൻ എന്താ ഭ്രാന്താണോ? എന്നാ ഏട്ടൻ എഴഞ്ഞു കാണിച്ചേ. തിരിച്ചവൻ ചെയ്യുന്ന പോലെ ചെയ്. അതെ, അങ്ങനെയാണ് അണ്ണാണി ഏറി അമ്മയുടെ തോളത്തൊന്ന് ഇരുന്ന് കാണിക്കും. ഓടി രക്ഷപ്പെടമ്മ ചായം കൊണ്ട്. എന്തൊരു ചേർച്ച. അതെ, ഈ ആഴ്ചത്തെ അമ്മയും മോനും എടുക്കുന്നില്ലേ അമ്മ കുഞ്ഞിനെ? അമ്മ ഉരുളിയല്ല, അല്ല ഏതോ ഒരു ഇതില് പറയുന്നല്ല, ഉരുളി കഴിപ്പത്തി ഉണ്ടായതാ. കിണ്ടിയും കൊണ്ട് അറിയാനേ ഇപ്പൊ തോന്നുന്നത്. ഏട്ടാ അങ്ങോട്ട് നോക്കി. അവനെവിടെ കിടു? അവിടെ അതോ പോയിരിക്കുന്നു. കിടു എങ്ങനെയുണ്ട് ഇരിപ്പ്? ആരെ കിടുവാ? ആരുടെ? ഉമ്മച്ച ഇറങ്ങൂല. ആ ചാട്, ഓട്. എല്ലാരെയും കൂടെ കണ്ടപ്പോ അവൻ എന്തോ ഒരു ആവേശം. ഒന്നും നോക്കണ്ട, മരത്തെ കയറാനാ കേട്ടോ. ഒന്നും ഉണ്ടാറ്റിലങ്ങ് നീന്തിച്ചാലോ. ദേ പോന്നു എഴഞ്ഞഴഞ്ഞ് എങ്ങോട്ടാ മുട്ടിൽ. ഞാൻ ലൂക്ക് എടുത്തോണ്ട് വേണ്ട നോക്കിക്കോ. എന്ത് മുട്ട്, അവനതൊരു പ്രശ്നമല്ല. അടുത്തത് ദേ അണ്ണാണ്ട് വിളിയും കേട്ട് പോന്നു. മോനെ നാശത്തിലേക്ക് അതിന്റെ പോക്ക്. ഇത് വെള്ളക്ക. എന്തിനാ അവൻ നടക്കട്ടെ. ആ ലൂക്ക എടുത്തോണ്ട്. ആ പാത്തു പതുക്കെ, പാത്തു ഓണർഷിപ്പായിട്ട് വരുന്നുണ്ട്. നോക്കുവാ. അറിയാവുന്ന സ്കില്ലതാ. അത് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുപ്പിക്കും. താഴെ പോയി എല്ലാരും കൂവും. ദേവ് റെഡി ആയിട്ട് നിൽക്കുക. ദേവ് കൂവിക്കോ. കിട്ടിയോട്ടാ നാണം കെട്ടില്ല. വേറെ സൂത്രം കാണിച്ചു. ഉമ്മ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചൻ എന്തു പറ്റി, ഉമ്മച്ചൻ എന്തു പറ്റിയെന്ന്. ഇപ്പൊ ലൂക്ക പുറത്തേക്കുന്ന പേടിയിൽ ഇറങ്ങാത്ത കേട്ടോ. അതായത് ഉമ്മച്ചൻ ഡിപ്രഷനില്ല. ഉമ്മച്ചൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഉമ്മച്ചനെ ഇവിടുന്ന് മല്ലപ്പള്ളി കൊണ്ടുപോയിക്കുമായിരുന്നേ, ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പെമ്പട്ടി ഉണ്ടായിരുന്നു, അവിടെ പോയിക്കുമായിരുന്നു. അവിടെ ചെന്നൊരു ഒരാഴ്ചയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് ഭയങ്കര ഡിപ്രഷൻ. അവൻ്റെ ഭാര്യമാരിവിടെ പ്രസവിച്ച് കിടക്കുമല്ലേ, അതിൻ്റെ ഡിപ്രഷൻ അവന്. അവൻ പോയതല്ല, നിർബന്ധിച്ച് വിട്ടതാ. അവിടെ ചെന്നിട്ട് പട്ടിക്കുട്ടി മൈൻഡില്ല. ആ പെമ്പട്ടി പല നമ്പർ വിട്ടു, പക്ഷെ എവൻ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ അവളെ ഉപേക്ഷിക്കാനും വയ്യ. ആ ഇവിടെ തിരിച്ചു വന്ന് ഒളിഞ്ഞു നോക്കുന്നു. നോക്കിയേ അമ്മ, വാതുക്കളോട്ട് വയ്ക്കാമോ? ഇത്തിരി തലയുണ്ട്. കടിയിട്ട് പൊന്നുപോൻ വരണ്ട. വാതിലങ്ങ് അടയ്ക്കണം. ഇപ്പൊ അകത്ത് കിടന്ന് എന്തോ കിടൂ. മാമ മൊത്തത്തോടെ വീട് കത്തിക്കുവാന്നോ? ഈ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി കഴിക്കുന്നു. ആ ഈ ചെരുപ്പാണ് ഞാൻ തപ്പി തടത്. എൻ്റെ ചെരുപ്പ് ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ വീണ്ടും പറങ്ങാണ്ടി ചുടാൻ പോവാം. ഞങ്ങളല്ല, അണ്ണാണി വീണ്ടും പറങ്ങാണ്ടി ചുടാൻ പോവാണ്. അന്നത്തെ പോലെ ഇന്നും പറങ്ങാണ്ടി ചുടുന്നു. അണ്ണാണിയെ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തിന്നുന്നു. അതെങ്ങനെയുണ്ടായിരിക്കും?
ചെറിയ പിള്ളേരുടെ കൂട്ട് പിണങ്ങി അമ്മ കഴിഞ്ഞ ദിവസം എന്നോടും കിടുവിനോട് എന്നിട്ട് പിണങ്ങി. ഇല്ല ഞാൻ തിന്നു തീർന്നു. ഓഫല്ല, അതെന്താ സംഭവം എന്നറിയോ? അണ്ണാണി പിണങ്ങി പോയി, എനിക്ക് വേണ്ട, അണ്ണാണിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞാനും കിടു തിന്ന് തീരാറായപ്പോ ഞാനും പറഞ്ഞു എനിക്കും വേണ്ട, എൻ്റെ അണ്ണാണിക്ക് വേണ്ടാത്തോണ്ട് മതിയായി. അതുകൊണ്ട് അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ തള്ളി അപ്പുറത്തെ ഒരേക്കർ അങ്ങോട്ട് നീങ്ങിയാ കിടക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് വെറുതെ കിടക്കുക സ്ഥലം. എത്ര നാൾ ഈ ഊഞ്ഞാലിവിടെ വെറുതെ ഇരുന്നല്ലേ, അന്നേ കെട്ടിയാൽ മതിയായിരുന്നു.